ന്യൂ ജനറേഷൻ യുഗത്തിലാണ് നമ്മളൊക്കെ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ന്യൂ ജനറേഷൻ ട്രെൻഡിങ് കോഴ്സസ് ഒക്കെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു 10 years ബാക്ക് അല്ലെങ്കിൽ ഒരു 2 years ബാക്ക് ഒക്കെ നമ്മൾ കേൾക്കാത്ത പല കോഴ്സുകളും ഇപ്പം നിലവിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് നമ്മളെന്ന് പറയാനായിട്ട് സാധിക്കും. സോ ഇതിന് റീസൺ വേറൊന്നും അല്ല, ഇപ്പോഴത്തെ സ്റ്റുഡൻസിന്റെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു എയിം എന്നൊക്കെ പറയുന്നത് നമ്മളെ ഒരു കോഴ്സ് പഠിച്ചിറങ്ങി ഉടനെ തന്നെ ജോലി പോവുക, ലൈഫ് സെറ്റിൽ ആവുക, എബ്രോഡൊക്കെ പോകാനും സോ നല്ല രീതിയിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റണം, ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന കോഴ്സസ് ഒക്കെയാണ് പല സ്റ്റുഡൻസും ഇപ്പൊ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതായത് ബെറ്റർ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പൊ MBBS ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കോഴ്സ് കഴിഞ്ഞ ഉടനെ ഡോക്ടറായി കയറാനായിട്ട് സാധിക്കുമല്ലോ. സോ അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ പല സ്റ്റുഡൻസും ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മെഡിക്കൽ ഫീൽഡോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീൽഡിലോട്ട് പോകാൻ താല്പര്യമില്ലാത്തവര് നോർമലി ഉള്ള കോഴ്സുകൾ, ഡിഗ്രി പ്രോഗ്രാംസ് ആയിക്കോട്ടെ, അങ്ങനത്തെ ഉള്ള കോഴ്സുകൾ ചൂസ് ചെയ്യുന്നതും ഇപ്പോഴത്തെ നമ്മളുടെ ന്യൂ ജനറേഷൻ കാലഘട്ടത്തിനോട് ചേർന്ന് നിൽക്കുന്ന കോഴ്സുകൾ മാത്രമാണ്. അതായത് AI ML, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, അതുപോലെ റോബോട്ടിക്സ്. സോ അങ്ങനത്തെ കുറെ കോഴ്സസ് നമ്മളുടെ വരും കാലഘട്ടങ്ങളിൽ ഫ്യൂച്ചറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനൊക്കെ നല്ല വൈഡ് സ്കോപ്പ് ഒക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു കോഴ്സിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാലോ. 10 years ബാക്ക് മുമ്പ് ഈ ഒരു കോഴ്സിനെ കുറിച്ച് അധികം ആരും കേട്ടിട്ടുമില്ല, അധികം ആരും ചോദിക്കുന്നതായിട്ട് ഞാനൊട്ട് കേട്ടിട്ടുമില്ല കേട്ടോ. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഞാൻ ഈ പറയാൻ പോകുന്ന കോഴ്സ് എന്ന് പറയുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ BSc ഡേറ്റ സയൻസ് എന്ന് പറഞ്ഞ ഒരു കോഴ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. BSc ഡേറ്റ സയൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിന് പറ്റിയ അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ്. ഫ്യൂച്ചർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡേറ്റ സയൻസിന്റെ ഇമ്പോർട്ടൻസ് ഫ്യൂച്ചർ കാലഘട്ടത്തിലേക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു ഫീൽഡ് തന്നെയാണ് ഈ ഒരു ഡേറ്റ സയൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഡേറ്റ സയൻസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. അപ്പൊ ഡേറ്റ സയൻസ് എന്താണ്? ഡേറ്റ സയൻസ് എന്ന് പറയുന്നത് ഡേറ്റാസിൽ നിന്നും ഇൻസൈറ്റ്സ്, അതായത് ഇൻഫർമേഷൻസിനെ കളക്ട് ചെയ്യുക, ഇതാണ് മെയിൻ ആയിട്ട് ഡേറ്റ സയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്ക് എന്ത് ആവശ്യത്തിനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോണിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. നേരെ ഗൂഗിളിൽ കയറുക, ടൈപ്പ് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് അതിന്റെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും അല്ലെ. ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ടൂർ പോകുന്നത് എവിടെയെങ്കിലും ഒരു പ്ലേസിലോട്ട്, എക്സാമ്പിൾ ഒരു മൂന്നാറോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥലത്തോട്ടൊക്കെ നമ്മൾ ടൂർ പോകുന്നു വെച്ചു, നമുക്ക് അവിടെ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ്സ് അറിയണം, നമ്മൾ നിൽക്കുന്ന ഒരു പ്ലേസിന്റെ നിയർ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഫുഡ് അവൈലബിലിറ്റിയെ കുറിച്ച് നമുക്ക് അറിയണം. വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ ഗൂഗിളിൽ കയറുക, റെസ്റ്റോറൻറ്റ്സ് ഇൻ മൂന്നാർ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് നിയർ ബൈ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ലിസ്റ്റഡ് ആവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ നിൽക്കുന്നതിനും അടുത്ത് നമുക്ക് അവൈലബിലിറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ, റെസ്റ്റോറൻറ്റ്സ് ആയിക്കോട്ടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഈ ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ഈ ഒരു കാര്യം നമുക്ക് വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ ഗൂഗിളിൽ നിന്ന് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരാൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഡീറ്റെയിൽസ് ഒക്കെ ഗൂഗിളിന് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ആരാണ് ഈ ഡീറ്റെയിൽസ് ഒക്കെ ഗൂഗിളിനകത്ത് എൻട്രി ചെയ്ത് കൊടുക്കുന്നത്? സോ ഇത് ആരെങ്കിലും എൻട്രി ചെയ്ത് കൊടുക്കാതെ ഗൂഗിൾ നമുക്ക് തരില്ലല്ലോ. അപ്പൊ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്ന ടൈമിലാണ് അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിലാണ് നമുക്കൊരു ഡേറ്റ സയൻസ് കഴിഞ്ഞ ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഡേറ്റ സയൻസ് എന്ന് പറഞ്ഞ കോഴ്സ് പഠിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ ഒരു സ്റ്റുഡന്റിന്റെ റോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. സോ ഡേറ്റ സയൻസ് ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഡേറ്റ സയൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഡേറ്റ സയൻസ് കഴിഞ്ഞ സ്റ്റുഡന്റിന് ഏറ്റവും അധികം വേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഡേറ്റ എന്ന് പറയുന്നത് അല്ലെ. സെറ്റ് ഓഫ് ലിസ്റ്റ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് എന്താ പറയുന്നത്, കുറെ ആൾക്കാരെ കുറിച്ചോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ സൊസൈറ്റിനെ കുറിച്ചോ അവരെ കുറിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്ന കുറച്ച് ഇൻഫർമേഷൻസിലാണ് നമ്മൾ ഡേറ്റ എന്ന് പറയുന്നത്. ഒരു ബിസിനസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബിസിനസിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഡേറ്റ എന്ന് പറയുന്നത്. ഏതൊരു ബിസിനസ് ആയിക്കോട്ടെ, ഏത് ഫീൽഡിലായിക്കോട്ടെ, ഡേറ്റ ഇല്ലാതെ ആ ബിസിനസിനെ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര അങ്ങോട്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഓൾറെഡി ഉള്ള ഒരു ബിസിനസ് സ്മൂത്ത്ലി റൺ ചെയ്യാനും അതിന്റെ ഗ്രോത്തിനും സക്സസിനും ഒക്കെ വേണ്ടിയിട്ടും കൂടാതെ തന്നെ പുതിയതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഫേം സ്റ്റാർട്ടപ്പ് ചെയ്യാനോ ഒക്കെ നമുക്ക് വേണ്ടുന്നത് ഡേറ്റാസ് തന്നെയാണ്. അതായത് ഏതെങ്കിലും ഒരു ഏരിയയിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫീൽഡിൽ നമ്മൾ പുതിയതായിട്ടൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഏരിയ ആയിക്കോട്ടെ, ആ ഫീൽഡ് ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യൂലേ. സോ ഇപ്പം ഏതെങ്കിലും ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ നമ്മൾ ബിസിനസ് ഇട്ട് കഴിഞ്ഞാൽ അത് എത്രമാത്രം നമുക്ക് അവിടെ സക്സസ് ആകും, ആ ഒരു ഏരിയയിൽ ഉള്ള പീപ്പിൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ
എങ്ങനെയാണ് അവരുടെ ഇൻകം, എങ്ങനെയാണ് അവർ എത്രത്തോളം ഏൺ ചെയ്യുന്നുണ്ട്, അവർ ഏൺ ചെയ്യുന്നതിന്റെ എത്രത്തോളം അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അവർ എക്സ്പെൻഡിച്ചറിന്റെ റേറ്റ് എങ്ങനെയാണ്, മീൻസ് ആ ഒരു എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ് അവർ കൊണ്ടുവന്നത്, ഇൻകം വരുന്നതിന് കൂടുതലായിട്ടാണ് എക്സ്പെൻഡിച്ചർ വരുന്നത്. അപ്പൊ അത് മാത്രമല്ല, ആ ഒരു ഏരിയയിലെ ആൾക്കാർക്ക് നമ്മൾ ഇടുന്ന ആ ഒരു പ്രോഡക്റ്റിനോ അല്ലെങ്കിൽ നമ്മൾ ഇടാൻ പോകുന്ന ആ ഒരു ഷോപ്പിനോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിനോ സംബന്ധിച്ചിട്ട് അവർക്ക് എക്സ്പെൻഡിച്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഡേറ്റയിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസിന്റെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് ഡേറ്റ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഡേറ്റയെ അനലൈസ് ചെയ്ത് ബിസിനസ്സിന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പം ബിസിനസ് നല്ല രീതിയിലല്ല പോകുന്നെങ്കിൽ ആ ഡേറ്റ അനലൈസ് ചെയ്തുകൊണ്ട് ആ ഒരു ബിസിനസ്സിന് വേണ്ടുന്നുള്ള ഫ്യൂച്ചർ കാര്യങ്ങൾ, അതായത് ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാവാനും സക്സസും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സിനെ അവോയ്ഡ് ചെയ്ത് കൊണ്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഡേറ്റ സയൻസ് കഴിഞ്ഞ അല്ലെങ്കിൽ ഡേറ്റ സയന്റിസ്റ്റിന് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതൊക്കെയാണ് ഒരു ഡേറ്റ സയൻസ് എന്നും പറഞ്ഞിട്ടുള്ള കോഴ്സിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നേരിട്ട് കാണാനായിട്ട് സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി ഡേറ്റ സയൻസിലൂടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതായത് ഡേറ്റ സയൻസിലൂടെ നമ്മൾ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്, ഡേറ്റാസിനെ കളക്ട് ചെയ്യുന്ന മാത്രം പോരല്ലോ. സോ അതെന്തേ സോർട്ട് ചെയ്യുന്നുണ്ട്, കുറെ കാര്യങ്ങൾ അതിന്റെ പിന്നിൽ വരുന്നുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഡേറ്റ സയൻസിൽ മെയിൻ ആയിട്ട് വരുന്നത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഡേറ്റ കളക്ഷൻ തന്നെയാണ്. ഡേറ്റ കളക്ട് ചെയ്യും, അതായത് പല തരത്തിലുള്ള ഡേറ്റാസ് ആണ്. സ്ട്രക്ചേർഡ് ഡേറ്റ, അൺസ്ട്രക്ചേർഡ് ഡേറ്റ, ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ഡേറ്റാസ് ഉണ്ട്. ഇതിനെയൊക്കെ കളക്ട് ചെയ്യുക. സോ ഈ ഒരു കളക്ട് ചെയ്ത ഡേറ്റയെ ഒന്ന് ക്ലീൻ ചെയ്യും. അതായത് ജസ്റ്റ് നമ്മൾ വാഷ് ഓഫ് ചെയ്ത് ക്ലീൻ ചെയ്യുന്ന പറയത്തില്ലേ, അതാണൊക്കെ നമ്മൾ ഈ കളക്ട് ചെയ്ത ഡേറ്റാസിനെ ഒന്ന് ക്ലീൻ ചെയ്യും. നമുക്ക് ആവശ്യമുള്ളതൊക്കെ പിക്ക് ചെയ്യും, ആവശ്യമുള്ളതൊക്കെ റിജക്ട് ചെയ്യും. സോ ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്തതിനു ശേഷം അതിനെ ഒന്നും കൂടെ നമ്മൾ മോഡിഫൈ ചെയ്തതിനു ശേഷമാണ് നമുക്ക് ആവശ്യമുള്ള ഡേറ്റാസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് മാത്രം നമ്മൾ അതിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കുന്നത്. ഡേറ്റ സയൻസ് പഠിച്ച അല്ലെങ്കിൽ ഡേറ്റ സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡേറ്റാസിനെ ക്ലിയർ ചെയ്യുക, അതിനെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക, ഇതിന് വേണ്ടിയിട്ടുള്ള പല പല ടൂൾസും പ്രോഗ്രാംസിനെ കുറിച്ചാണ് ഡീറ്റെയിൽഡ് ആയിട്ട് അവർ പഠിക്കുന്നത്. സോ ഡേറ്റ സയൻസ് ഇനി ആർക്കൊക്കെ എടുക്കാൻ സാധിക്കും? +2 സയൻസ് ബാക്ക്ഗ്രൗണ്ട്, സയൻസ് സ്ട്രീം കഴിഞ്ഞ സ്റ്റുഡന്റിന് 50% മുകളിൽ മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഡേറ്റ സയൻസ് ഒരു കോഴ്സ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. സോ കമ്പൽസറി ആയിട്ട് നമുക്ക് ഇതിനകത്ത് വേണ്ടത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് കോഴ്സ് ആണ്. അല്ലെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർക്ക് ഇത് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ നമ്മൾ നോക്കുന്നത് ഈ ഒരു ഡേറ്റ സയൻസ് BSc, നോർമലി ഉള്ള ഡേറ്റ സയൻസ് നമ്മൾ എടുക്കുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ആണ്, BSc കോഴ്സ് ആണ്. ഈ ഒരു BSc ഡേറ്റ സയൻസ് കഴിഞ്ഞതിന് ശേഷം MSc പ്രോഗ്രാംസും അതുപോലെ PhD റിസർച്ച് പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നോർമലി ഉള്ള ഒരു ഡിഗ്രി പ്രോഗ്രാം പോലെ തന്നെ 3 ഇയർ ഡ്യൂറേഷൻ വരുന്ന ഒരു കോഴ്സ് തന്നെയാണ് BSc ഡേറ്റ സയൻസ് എന്ന് പറയുന്നത്. ഡേറ്റ സയൻസ് എന്ന് പറഞ്ഞ ഈ ഒരു കോഴ്സ് ബാച്ചിലേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിന് മാത്രമല്ല നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ആഡ് ഓൺ കോഴ്സസ് ആയിട്ടും, അതായത് കമ്പ്യൂട്ടേഴ്സിന്റെ തന്നെ ഇപ്പൊ BCA കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് ഡേറ്റ സയൻസ് എന്ന് പറഞ്ഞിട്ട് ആഡ് ഓൺ കോഴ്സുകളായിട്ടും അതുപോലെ സർട്ടിഫൈഡ് പ്രോഗ്രാംസ് ഒക്കെ ആയിട്ടും അപ് ടു PG ലെവൽ വരെ നമുക്ക് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. സർട്ടിഫൈഡ് കോഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 3 മന്ത്സിന്റെയും 2 മന്ത്സിന്റെയും അതുപോലെ 6 മന്ത്സ് 12 മന്ത്സ് ഒക്കെ ഡ്യൂറേഷൻ വരുന്ന കോഴ്സുകളുണ്ട്. കൂടാതെ നമ്മൾ BSc പോലെയുള്ള BCA BSc പോലെയുള്ള ഡിഗ്രി പ്രോഗ്രാംസിനും അവൈലബിൾ ആയിട്ടുണ്ട്. സോ അത് സ്റ്റുഡൻസിന്റെ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഓരോ കോഴ്സും ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. സോ BSc ഡേറ്റ സയൻസ് അല്ലെങ്കിൽ ഡേറ്റ സയൻസ് എന്ന് പറഞ്ഞ ഒരു ഫീൽഡിലോട്ട് നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇത് അറിഞ്ഞാൽ മാത്രം പോരാ, ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു ഡേറ്റ സയൻസ് എന്ന കോഴ്സ് പഠിക്കാനായിട്ട് ചൂസ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും നേടാനായിട്ട് സാധിക്കത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സ്റ്റുഡന്റിന് വേണ്ടത് നല്ലൊരു ഇൻട്രസ്റ്റ് ആണ്. അതായത് നമുക്ക് ഇവിടെ മാത്തമാറ്റിക്കൽ അൽഗോരിതം ഫോംസും അതുപോലെ കുറെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ്സും ഒക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്, കമ്പ്യൂട്ടേഷൻ ടൂൾസ് ഒക്കെ പഠിക്കാനുണ്ട്. സോ ഇതിന് ബേസിക് ആയിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത്. അത് കൂടാതെ തന്നെ നമുക്ക് നല്ല പേഷ്യൻസും വേണം. ഒരു സെറ്റ് ഓഫ് ഡേറ്റാസിനെ നമ്മുടെ കയ്യിൽ തന്നിട്ട് അതൊന്ന് സോർട്ട് ചെയ്ത് നമുക്ക് ഇപ്പൊ നമ്മളുടെ കയ്യിൽ തരുന്ന ഡേറ്റാസ് സോർട്ടഡ് ആയണമെന്നില്ല. അതിനകത്ത് നമുക്ക് തരുന്ന ഇപ്പൊ ഏത് ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് അവർ പറയുന്നത് ആ ഒരു ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റിനകത്തുള്ള ഡേറ്റാസ് നമ്മൾ സോർട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിന് നമുക്ക് നല്ല രീതിയിലുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഡേറ്റാസ് സോർട്ട് ചെയ്യാനായാലും കമ്പ്യൂട്ടേഷൻ ടൂൾസും പ്രോഗ്രാമിംഗ്സും ഒക്കെ വെച്ചിട്ട് സോർട്ട് ചെയ്ത് ഫൈനൽ റിസൾട്ട് കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റും പേഷ്യൻസും ഇത് വേണ്ടുന്ന 2 സ്കിൽസ് ആണെന്ന് നമുക്ക് അറിയാനായിട്ട് അല്ലെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് ഈസിലി പറയാൻ പറ്റും ടെക്നിക്കൽ ആൻഡ് അനലിറ്റിക്കൽ സ്കിൽസ് ആണ് ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച്, ഈ ഒരു ഡേറ്റ സയൻസ് എടുക്കാൻ പോകുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് ആ ഒരു കുട്ടിക്ക് വേണ്ടുന്നത്. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഡേറ്റ സയൻസിനെ കുറിച്ചിട്ടും ഡേറ്റ സയൻസ് എടുക്കാൻ പോകുന്നവർക്കും വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്.
ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഡേറ്റ സയൻസിൽ നമുക്ക് പഠിക്കാൻ വരുന്ന സബ്ജക്ട്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. നേരത്തെ ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ച പോലെ നമുക്ക് കമ്പ്യൂട്ടേഷൻ ടൂൾസും പ്രോഗ്രാമിങ്ങും ഒക്കെ തന്നെയാണ് വരുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പൈതൺ പ്രോഗ്രാമിംഗ്, പ്രോഗ്രാമിംഗ് ഇൻ ആർ, data visualization, applied statistics, database management system, machine learning, discrete mathematics, data structures and program design using C. So ഇങ്ങനെയുള്ള കുറേ സബ്ജക്ട്സ് ആണ് നമുക്ക് ഡേറ്റ സയൻസ് എടുക്കുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് പഠിക്കാനായിട്ടുള്ളത്. നോർമലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത് കമ്പ്യൂട്ടേഷൻ ടൂൾസും അതുപോലെ പ്രോഗ്രാമിംഗ് ടൂൾസ് ആയിക്കോട്ടെ, മാത്തമാറ്റിക്സ് റിലേറ്റഡ്, സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. സോ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, ഡേറ്റ സയൻസ് കഴിഞ്ഞ ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കോപ്പ് ഞാൻ നേരത്തെ ആദ്യമേ തുടക്കത്തിൽ നിങ്ങൾക്ക് പറഞ്ഞ പോലെ 10 years ബാക്ക് ഉള്ള ഒരു 10 years ബാക്ക് നമ്മൾ കണ്ട ഒരു ലോകമല്ല നമ്മളുടെ കൺമുന്നിൽ ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത്. 10 വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ 5 വർഷത്തിന് മുമ്പൊന്നും ഈ ഡേറ്റ സയൻസിനെ കുറിച്ചിട്ട് അധികം ആരും ചോദിച്ചിട്ടില്ല. കോഴ്സ് ഉണ്ട് താനും, പക്ഷെ ആരും ചോദിച്ചിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. സോ ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് ഓഫ് സ്കോപ്പ് അല്ല നമ്മളുടെ ഡേറ്റ സയൻസിന് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. വൈഡ് ഏരിയ ഓഫ് സ്കോപ്പ് ആണ്. ബോത്ത് ആൻഡ് എബ്രോഡ് ആണ് ഇന്ത്യ. ഇന്ത്യക്ക് അകത്തും പുറത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്കോപ്പ് ഉള്ള ഒരു കോഴ്സാണ്. ബാങ്കിങ്, മാർക്കറ്റിംഗ്, HR, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഓപ്പറേഷൻസ്, ബിസിനസ്, ഇങ്ങനെ ഏതൊരു ഫീൽഡിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡേറ്റ സയൻസ് അല്ലെങ്കിൽ ഡേറ്റ സയൻസ് കഴിഞ്ഞ ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിട്ട് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് റോൾ തന്നെയാണ് ഈ ഒരു ഫീൽഡിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ജോബിനെ സംബന്ധിച്ചിട്ടോ അതിന്റെ സ്കോപ്പിനെ സംബന്ധിച്ചിട്ടോ ആരും തന്നെ ടെൻഷൻ ആവേണ്ട ആവശ്യം വരുന്നില്ല. നോർമലി BSc ഡേറ്റ സയൻസ് കഴിഞ്ഞ ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആദ്യം തന്നെ പോകാൻ പറ്റുന്ന ജോബ് ഏരിയാസ് അല്ലെങ്കിൽ ജോബ് പൊസിഷൻസ് എന്ന് പറയുന്നത് ഡേറ്റ സയന്റിസ്റ്റ്, ഡേറ്റ അനലിസ്റ്റ്, ഡേറ്റ എഞ്ചിനീയർ, വെബ് ആൻഡ് സോഷ്യൽ മീഡിയ അനലിസ്റ്റ്, CRM അനലിസ്റ്റ്, ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, ബിസിനസ് അനലിസ്റ്റ്, ബിസിനസ് ഇന്റലിജൻസ് അനലിസ്റ്റ്, ഡേറ്റ എഞ്ചിനീയർ. സോ ഇങ്ങനെയുള്ള ഒരു ഏരിയാസ് അല്ലെങ്കിൽ പൊസിഷൻസിലാണ് ഇവർക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡേറ്റ സയൻസ് കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഇൻസൈഡ് കേരള നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ ചുരുക്കം ചില കോളേജുകളിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ബട്ട് ഔട്ട്സൈഡ് കേരള, തമിഴ്നാട്, കർണാടക പോലുള്ള പ്ലേസസിലെ കോളേജിനകത്ത് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു കോളേജ് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു കോളേജ് നോക്കി മാത്രം അഡ്മിഷൻസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ BSc ഡേറ്റ സയൻസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസിനും അതുപോലെ അഡ്മിഷൻ പ്രൊസീജിയർ ആയിക്കോട്ടെ, കോളേജിന്റെ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, സോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.